ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് ആശമാർ ക്ലിഫ് ഹൌസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇസത്ത് സുൽഫിക്കർ വിവരങ്ങൾ നൽകും. ഇസത്ത്, നിലവിൽ ഇപ്പോൾ അവിടെ എന്താണ് അന്തരീക്ഷം? പിരിഞ്ഞു പോകാൻ അവർ തയ്യാറാകുന്നുണ്ടോ? അമൃത, ഒരു കാരണവശാലും പിരിഞ്ഞു പോകുകയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇവിടെ ഒരു സംഘർഷഭരിതമായ വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതാ ഇപ്പോൾ പോലീസ് അവരുടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന മൈക്ക് തടഞ്ഞു വെച്ചു. ആ മൈക്ക് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ അതിനെ തടഞ്ഞു വെക്കുകയാണ് ഇവിടെ ആശാ വർക്കർമാർ. അവർ പോലീസിന് വാഹനം തടയുകയും അതുപോലെ തന്നെ പോലീസ് ആ വാഹനത്തിൽ കയറുന്നത് തടയുകയുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വലിയ കാലാവസ്ഥയിലും ഈ പറഞ്ഞ മാറ്റങ്ങളുണ്ട്. വലിയൊരു മഴ ഇവിടെയുണ്ട്. ആ മഴയത്തും ഇവർ ഒരു കാരണവശാലും ഇവിടെ നിന്നും മാറുകയില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ എടുത്തിരിക്കുന്ന നിലപാടും തീരുമാനവും. മാത്രമല്ല ഇവിടെ ഈ പോലീസ് ജീപ്പ് ഇവിടെ തടഞ്ഞു വെക്കുകയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടെ നിന്ന് മാറുകയില്ല എന്നാണ് അവർ തീരുമാനം. നിങ്ങൾ ഇവിടെ നിന്ന് മാറാൻ തീരുമാനമുണ്ടോ? ഇല്ല, മാറൂല. പോലീസാണ് ഇപ്പൊ ഞങ്ങൾ അക്രമാസക്തരാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മൈക്ക് എടുത്തോണ്ട് പോയതോട് ഞങ്ങൾ തിരിച്ചു കിട്ടണത്. ഞങ്ങൾ എന്താ തീരുമാനമാവുന്നതേ ഇവിടുന്ന് പോകൂല. 8 മാസം ഞങ്ങൾ ക്ഷമിച്ചു, ഇനി ഞങ്ങൾ ക്ഷമിക്കൂല. ഇസത്ത്, എന്താണ് അവിടെ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു പെരുമാറുന്നത്? 5 മണിക്കൂറായിട്ടുള്ള സമരം നടക്കല്ലേ? 5 മണിക്കൂറായിട്ട് ഉപയോഗിക്കുന്ന മൈക്കിന് ഇപ്പോഴാണ് പെർമിഷൻ ഇല്ലാത്തത്. വളരെ തെറ്റായ നടപടികൾ നിങ്ങൾ ചെയ്യുന്നത്. പ്രകോപനം ഉണ്ടാക്കുകയാണ് പോലീസ്, അനാവശ്യമായ പ്രകോപനം. മിസ്റ്റർ സർക്കിൾ ഇൻസ്പെക്ടർ, നിങ്ങളത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കണം. അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ കോംപ്രമൈസിന് വന്നതാണ്, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഇവിടെ 5 മണിക്കൂറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്ക് നിങ്ങള്
നിങ്ങൾ ഉയർന്ന ഓഫീസേഴ്സിനോട് പറയൂ. ഒരു മിനിറ്റ്. ഞാൻ യു ഡി എഫിന്റെ സെക്രട്ടറി എന്നുള്ള എനിക്ക് പറയാണ്. ഇപ്പൊ ഇവിടെ പ്രകോപനം ഉണ്ടാക്കരുത് മിസ്റ്റർ ഓഫീസർ. നിങ്ങൾ ഇത് ഇപ്പൊ തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നം തീർക്കണം. നിസ്സാരമായ പ്രശ്നമാണ്. ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൈക്കിന്റെ മുകളിലാണ് ഈ പ്രശ്നം. ആളുകളെ പ്രകോപിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണോ? നിങ്ങൾ തിരിച്ചു കൊടുക്കൂ. ഞാൻ പറഞ്ഞിട്ടാ തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞോ? നിസ്സാരമായ കാര്യം. നിങ്ങൾ കേസെടുത്തോളൂ. ഇങ്ങനെയാണ് പേപ്പറിൽ റിസീവ് കൊടുക്കും. പേപ്പറിൽ സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം പേപ്പറിൽ എങ്ങനെയാണ് റിസീവ് ചെയ്ത് മേടിക്കുന്നത്? എനിക്ക് അധികാരമുണ്ട്. എന്തിനു നിങ്ങൾ ഈ അധികാരം ഇപ്പൊ ഉപയോഗിച്ചു? 5 പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. മൈക്ക് 5 മണിക്കൂർ ഉപയോഗിച്ച ഒരു മൈക്ക് ഈ പ്രകോപനം ഉണ്ടാക്കിയിട്ട് ജലപീരങ്കി അടിച്ചതിന് ശേഷം ഇപ്പോഴാണോ അറസ്റ്റ് ചെയ്യുന്നത്? വളരെ ദൗർഭാഗ്യകരമാണ്. നിങ്ങൾ മിനിസ്റ്ററോട് സംസാരിക്കൂ. നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ഒരു സമാധാനപരമായ ഒരു സമരം നടന്നത്. ആ സമരത്തെ അടിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആശമാരുടെ മൈക്കും സ്പീക്കറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അത് തിരികെ വേണം എന്നാണ് ആശമാരുടെ ആവശ്യം. അത് നൽകാതെ ആ വാഹനം, പോലീസിന്റെ വാഹനം കടത്തിവിടില്ല എന്ന് ഉറച്ചു പറയുകയാണ് ആശമാർ. ഇപ്പോൾ CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആശമാർക്ക് വേണ്ടി അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലും തന്നെ തയ്യാറാകാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ബലം പ്രയോഗിച്ച് ആശമാരെ അവിടെ നിന്ന് മാറ്റുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ.